ഞങ്ങൾ താമസിച്ച ഒരു അഗ്രഹാരത്തിലാണ്. അഗ്രഹാരം അറിയാമല്ലോ എന്താന്ന്. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച, എല്ലാ വീടിൻ്റെയും മുന്നിൽ സ്ത്രീകൾ വെള്ളം തളിച്ച് കോലമിടുന്നു. പിന്നെ നടുക്കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഭജന പാടി ഇങ്ങനെ പോണു. ഭയങ്കര വൈബാണത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ആ അഗ്രഹാരത്തിലുള്ള എല്ലാ കുട്ടികളും പാട്ട് പഠിക്കും. പിന്നെ എൻ്റെ അച്ഛന് പണ്ട് തൊട്ടേ ആർട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്നെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുന്ന കണ്ടപ്പം എന്തോ മുജ്ജന്മ പുണ്യം കൊണ്ടാവാം ഒരു ടാലൻറ്റ്, അതായത് പാടാനൊരു കഴിവ് വേണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈശ്വരാനുഗ്രഹം വേണമല്ലോ. വേറെ ഒരു കലയെ പോലെ അല്ല, മ്യൂസിക് വോക്കലി അത് ശ്രുതി ചേർത്ത് പാടണം എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു കഴിവ് കിട്ടി. അപ്പോൾ അച്ഛൻ വിചാരിച്ചു എന്നാൽ പാട്ട് പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് അതുപോലെ എല്ലാവരെയും അവിടെ ഒരു മിക്കവാറും എല്ലാ അഗ്രഹാരങ്ങളിലും മ്യൂസിക് ക്ലാസ് എടുക്കുന്ന ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു വള്ളിയമ്മാൾ എന്ന് പറഞ്ഞ് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു 80 വയസ്സോളം പ്രായം ഉണ്ടായിരുന്നു അന്ന് അമ്മാമിക്ക്. അമ്മാമിയുടെ അടുത്താണ് ആദ്യമായിട്ട് ക്ലാസിക്കൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ തുടങ്ങിയതാണ്, ഇപ്പം ഇവിടെ എത്തി.